കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് എത്തിയിരുന്നത് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും അറിവോടുകൂടിയായിരുന്നു എന്നുള്ളതാണ്. ഒരു ബണ്ടിൽ കഞ്ചാവ് എത്തിച്ചാൽ അതിൽ ലാഭം 6000 രൂപയെന്നാണ് പൂർവ്വ വിദ്യാർത്ഥിയായ ഷാരിഖിന്റെ മൊഴി. 18000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് 24000 രൂപയ്ക്കാണ് ഒരു ബണ്ടിൽ വിദ്യാർത്ഥികൾക്ക് വിറ്റിരുന്നത് എന്നും മൊഴി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പമുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. അതായത് ഇത് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്ന സംഭവമല്ല. ഭൂരിഭാഗം പേർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പ്രിൻസിപ്പലിന്റെ കത്ത് പോയത് പോലും ഈ ഒരു സാഹചര്യത്തിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനല്ലേ. അപ്പോൾ പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഷാരിഖിന്റെ മൊഴിയിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം സഹിൻ? തീർച്ചയായിട്ടും സേതു, ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അവിടെ കഞ്ചാവെത്തുന്ന കാര്യം അറിയാമായിരുന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കാം പ്രിൻസിപ്പൾ പോലീസിന് പരാതി നൽകിയത്. എന്തായാലും ഷാരിഖിൻ്റെ മൊഴി അനുസരിച്ച് ഷാരിഖിന് ഒരു ബണ്ടിൽ കഞ്ചാവ് ലഭിച്ചിരുന്നത് 18000 രൂപയ്ക്കാണ്, 18,000 രൂപയ്ക്കാണ്. ഇത് ഷാരിഖ് വിൽപ്പന നടത്തിയിരുന്നത് 24000 രൂപയ്ക്ക്. ഒരു ബണ്ടിൽ കഞ്ചാവിന് ഷാരിഖിന് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇത് വാങ്ങുന്ന ആൾ, കോളേജിൽ ആരാണോ വാങ്ങുന്നത് അയാൾ ചെറു കവറുകളിലാക്കി ഇത് വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ചെറു കവറുകളിൽ വിതരണം ചെയ്യുന്ന ആൾക്ക് 6000 രൂപ മുതൽ 10000 രൂപ വരെ ലാഭം ലഭിക്കും. അങ്ങനെ എല്ലാവർക്കും ലാഭം ഉണ്ടാകുന്ന ഒരു വലിയ കച്ചവടമായിരുന്നു ഈ കഞ്ചാവ് വിൽപ്പന എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മൊഴി. മാത്രമല്ല ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. ഇവർക്ക് ഈ കഞ്ചാവ് ഹോൾസെയിലിൽ കൊടുത്തുകൊണ്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് പുരോഗമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ അന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ എവിടെയാണെന്നോ ഇയാളുടെ മൊബൈൽ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഉടൻ തന്നെ പിടിയിലാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അതോടൊപ്പം തന്നെ അനുരാജ് അടക്കമുള്ള, ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി അനുരാജ് അടക്കമുള്ള ആളുകളുടെ മൊഴിയും പോലീസ് പരിശോധിക്കുകയാണ്.